ഫിൽ ജന്ന, നിങ്ങൾ സ്വർഗ്ഗത്തിലെ എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണെന്ന് നബി തങ്ങൾ പറഞ്ഞ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളുടെ ഭർത്താവ് സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിന്റെ മകനാണിത്. അസ്മാ ബീവി ഹിജ്റ നടക്കുമ്പോൾ പൂർണ്ണ ഗർഭിണിയാണ്. ആ ഗർഭം കൊണ്ടാണ് അസ്മാ ബീവി 450-ലേറെ കിലോമീറ്റർ യാത്ര ചെയ്തത്. യാ അല്ലാഹ്, നടന്നിട്ടും കുറച്ച് ഒട്ടകപ്പുറത്തൊക്കെ ആയിട്ട്. എന്താണ് റബ്ബേ, മദീനയിലെത്തിയപ്പോൾ അന്നത്തെ ജൂതന്മാർ ചെറിയ റൂമർ ഉണ്ടാക്കി. അവിടെ ഒരു ചെറിയ തെറ്റിദ്ധാരണ, വെറുതെ ഒരു റോങ് മെസ്സേജ്. അവർ പറഞ്ഞു, മുസ്ലിമീങ്ങൾക്ക് ഇനി ഒരൊറ്റ കുട്ടിയും ജനിക്കൂല, ജനിച്ചാൽ തന്നെ ആ കുട്ടിക്ക് ജീവൻ ഉണ്ടാവില്ല. ഇനി ഒരൊറ്റ മുസ്ലിമിനും കുട്ടി ജനിക്കൂല, അവർക്ക് കുഞ്ഞ് ജനിക്കാതിരിക്കാനുള്ള ചില പണിയൊക്കെ ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് സിഹറും മാരണവും അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നവരുടെ കുട്ടി ജനിച്ചത് മദീനയിൽ ആഘോഷമായിരുന്നു. അങ്ങനെ അസ്മാ ബീവി ജനിക്കാൻ പോകുമ്പോൾ എല്ലാവർക്കും പേടി, റബ്ബേ കുട്ടിക്ക് ജീവനുണ്ടോ? ഇന്നത്തെ സ്കാനിങ് ഒന്നും ഇല്ലല്ലോ, കുട്ടിക്ക് മിടിപ്പുണ്ടോ ഇല്ലേ, ജനിച്ചു കിട്ടിയാൽ കണ്ടാൽ അറിയുന്നല്ലാതെ വേറെ എന്താ ഉള്ളത്? അസ്മാ ബീവി പ്രസവിക്കുന്നവരെ എല്ലാവരും ഒരു നെഞ്ച് പടച്ചോനെ, ഈ ജൂതന്മാർ പറഞ്ഞതെങ്ങാനും ശരിയായ പിന്നെ നിൽക്കണോ? പുണ്യനബി ഞങ്ങൾ സമാധാനിപ്പിച്ചു, അതൊന്നും സംഭവിക്കൂല എന്ന് പറഞ്ഞു. അവർ പറഞ്ഞതല്ല സംഭവിക്കാൻ. എന്നാലും കാണണ്ടേ, അസ്മാ ബീവി റളിയല്ലാഹു അൻഹ മദീനയിൽ ഹിജ്റ കഴിഞ്ഞെത്തി. മദീനയിലെത്തിയ ഉടനെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ബീവി പ്രസവിക്കുകയാണ്. ആരെ? ഈ കുഞ്ഞിനെ, അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. വേഗം കൊണ്ടുപോയി പുണ്യനബിയുടെ അടുത്തേക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബിയെ, ദാ സുബൈർ എന്നവർക്ക് മോൻ ജനിച്ചിരിക്കുന്നു നബിയെ, അങ്ങ് പേരിടണം, അങ്ങ് മധുരം കൊടുക്കണം. മധുരം കൊടുക്കുക എന്ന് മാത്രമല്ല, ഹബീബായ നബി തങ്ങൾ ആ കുഞ്ഞിനെ സ്വീകരിക്കുകയും ആ കുഞ്ഞിനെ നോക്കി നബി തങ്ങൾ പറഞ്ഞു, നോക്കണേ, ജൂതന്മാരുടെ വാക്കുകൾ അള്ളാഹു തള്ളിക്കളയുകയും അസ്മാ ബീവിക്ക് നല്ലൊരു മോനെ അള്ളാഹു നൽകുകയും ചെയ്തിരിക്കുന്നു. ആ കുഞ്ഞിന് നിബിതങ്ങളാണ് അബ്ദുല്ലാഹി എന്ന് പേര് വെച്ചത്, നിബിതങ്ങളാണ് മധുരം കൊടുത്തത്. ആ കുഞ്ഞിനെയും കൊണ്ട് മദീനയുടെ അങ്ങാടികളിലൂടെ മുഅ്മിനീങ്ങൾ നടക്കുമായിരുന്നു. അവിടുത്തെ കച്ചവടക്കാരുണ്ട്, ജൂതന്മാർ, അവരൊക്കെ ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ചിട്ട്, ദാ നിങ്ങൾ ഇങ്ങനെയല്ലേ പറഞ്ഞത്, ദാ ഞങ്ങൾ കുട്ടി ഉണ്ടായിരിക്കുന്നു. പിന്നെ അവർക്ക് മക്കളൊക്കെ ഉണ്ടായ ഒരു പ്രശ്നം ഉണ്ടായില്ല. ആദ്യത്തെ കുഞ്ഞാണത്, ഹിജ്റ കഴിഞ്ഞ് വന്ന ആദ്യത്തെ കുഞ്ഞാണ് അസ്മാ ബീവിയുടെ മോന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു. സുബ്ഹാന ജല്ല ജലാലു. നല്ല ഒരു പേര് നബി തങ്ങൾ വെച്ചു കൊടുത്തു, അബ്ദുല്ലാഹ്. ഹബീബായ നബി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേരാണ്. അഹബ്ബുൽ അസ്മാഇ ഇലല്ലാഹി അബ്ദുല്ലാഹി വ അബ്ദുർറഹ്മാൻ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരുകളാണ് അബ്ദുല്ലയും അബ്ദുർറഹ്മാനും. പിന്നെ അസ്ദഖുൽ അസ്മാ, ഏറ്റവും സത്യസന്ധമായ പേരുകൾ രണ്ടെണ്ണമാണ്. ഒന്ന് ഹുമാം, മറ്റൊന്ന് ഹാരിസ്. ഹാരിസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഫാർമർ എന്നാണ്, കൾട്ടിവേഷൻ ചെയ്യുന്ന ആള്, കൃഷി ചെയ്യുന്ന ആള്. ഹാരിസ് അതൊരു ജോലിയാണ്, ഒരു അധ്വാനമാണ്. ഹുമാം എന്ന് പറഞ്ഞാൽ എപ്പോഴും കാര്യങ്ങളെ ഗൗരവത്തിൽ വീക്ഷിക്കുന്ന ഒരു മനുഷ്യനാണ് ഹുമാം എന്ന് പറയാ. ഈ രണ്ട് പേരുകളും സത്യസന്ധമായ പേരുകളാണ്. അബ്ദുല്ലയും അബ്ദുർറഹ്മാനും അള്ളാഹുവിന് ഇഷ്ടമുള്ള പേരുകളാണെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അറബികൾക്ക് അന്ന് അങ്ങനത്തെ പേരൊന്നല്ല. അവര് സിംഹം, കടുവ, പാമ്പ് അങ്ങനെയൊക്കെ പേരിടുക. അവരുദ്ദേശിക്കുന്നത് നല്ല നല്ല അർത്ഥങ്ങളായിട്ടാണ്. പക്ഷേ അള്ളാഹുവിന്റെ ഹബീബ് ഒരുപാട് പേരുകൾ തിരുത്തിയിട്ടുണ്ട് നബി തങ്ങൾ. അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ പേര് അലി എന്നതിന് കൂടെ ഹൈദറ. അലി തങ്ങളുടെ ഉമ്മ, അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഫാത്തിമ ബിൻതു അസദ് റളിയല്ലാഹു അൻഹ. മഹദി അലി റളിയല്ലാഹു അൻഹു കുഞ്ഞായിരുന്നപ്പോഴിട്ട പേരാണ് ഹൈദറ. ഹൈദറ എന്ന് പറഞ്ഞ സിംഹം എന്നാണ്. അപ്പൊ അലി തങ്ങള് ചെറിയ കുട്ടികളൊക്കെ തലടിച്ച് വീഴൂലേ, ചില വീഴ്ചയൊക്കെ കണ്ടാൽ തല പൊളിഞ്ഞു എന്ന് വിചാരിക്കും. ഇതൊന്നും പറ്റിയില്ല, അള്ളാഹിന്റെ കുട്ടിക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന്. എന്താണെന്നറിയോ, അള്ളാഹിന്റെ ഒരു കാവൽ അവിടെ ഉണ്ട്. നമ്മളവിടെ ഒരു ചെറിയ സ്റ്റെപ്പ് വീണാൽ എല്ല് മുറിഞ്ഞു. കുട്ടികളെ എങ്ങനെയൊക്കെ വീഴുന്നു, അവർ കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് കരഞ്ഞ് എണീറ്റ് നടക്കും. അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ തലടിച്ച് വീഴുമ്പോഴേ കരയാറില്ലായിരുന്നു കുഞ്ഞായപ്പോ. അപ്പൊ ഉമ്മ ഫാത്തിമ ബീവി, ഫാത്തിമ ബിൻതു അസദ് റളിയല്ലാഹു അൻഹ, ഫാത്തിമ ബിൻതു അസദ് റളിയല്ലാഹു അൻഹ അലി തങ്ങളുടെ ഉമ്മയാണ്. അപ്പൊ ഉമ്മ ഇങ്ങനെ പറയും, എന്റെ കുട്ടിക്ക് ഞാൻ ഹൈദറ എന്നാ പേരിട്ടത്. നഫ്സി ഫദൈതു ഹൈദറ കലൈഥി ഗാബാതിൻ കരീഹിൽ മൻദറ. നഫ്സി ഫദൈതു ഹൈദറ കലൈഥി ഗാബാതിൻ കരീഹിൽ മൻദറ.
എൻ്റെ ജീവനാണ് ഹൈദർ, അതാണ് ആ വാക്യം, എൻ്റെ ജീവനാണ് ഹൈദർ. അലീതങ്ങൾ കളിക്കുമ്പോൾ വീഴുമ്പോൾ ഒക്കെ ഉമ്മ പറയുന്ന പാട്ടതാണ്. അലീതങ്ങൾ ആ പാട്ട് കാണാതെ പഠിച്ചിരുന്നു. നഫ്സി ഫദൈതു ഹൈദറ കലൈതി ഗാബാതിൻ കരീഹിൽ മൻദറ. കാട്ടിനുള്ളിലെ കാട്ടുരാജാവ് സിംഹത്തെ പോലെ എൻ്റെ കുഞ്ഞ് ധീരനാണ് എന്ന് ഉമ്മങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അലീതങ്ങളെ കുറിച്ച്. അതാണ് ഖൈബർ യുദ്ധത്തിൽ നടന്നത്. ഖൈബർ മദീനയിൽ നിന്ന് ഒരു 200-250 കിലോമീറ്ററിന്റെ സർക്കിളിൽ നമുക്ക് യാത്ര ചെയ്തെത്താവുന്ന സ്ഥലമാണ് ഖൈബർ. ഇന്നും അവിടെ ഖൈബറിന്റെ കോട്ടയുണ്ട്. നബിതങ്ങളുടെ കാലത്തുണ്ടായിരുന്ന 1400 കൊല്ലം പഴക്കമുള്ള കോട്ട, ഖൈബറിന്റെ കോട്ട ഇപ്പോഴും ഖൈബറിലുണ്ട്. കഴിഞ്ഞൊരു 3 മാസം മുമ്പ് വരെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. നമുക്ക് ചെന്നാൽ കാണാൻ പറ്റും. കോട്ടകളുടെ ഒരു നാടാണത്. ജൂതന്മാർ താമസിച്ചിരുന്ന സ്ഥലമാണ് ഖൈബർ. നല്ല ഈത്തപ്പന തോട്ടങ്ങളുള്ള സ്ഥലമാണ്. മുറഹിബ് എന്ന് പറയുന്ന വലിയൊരു ധീരനുണ്ടായിരുന്നു, ജൂതനായിരുന്നു. അവിടുത്തെ ഭയങ്കര വീരശൂരനായിരുന്നു. ഖദ് ആലിമത് ഖൈബറു അന്നി മുറഹിബു, ഖദ് ആലിമത് ഖൈബറു അന്നി മുറഹിബു, ശകി സിലാഹി ബാതലുൻ മുജറബു, ഇദൽ ഹുറൂബു അഖ്ബലത് തഹല്ലബു. ഞാൻ മുറഹിബാണ്. ഇത് ഖൈബറിന്റെ മണൽത്തരികൾക്കറിയാം. എന്റെ മുഖം കാണുമ്പോഴേക്കും ഖൈബർ വിറക്കും. ആരെന്നോട് യുദ്ധം ചെയ്യാനുണ്ട്? മയ്യുബാരിസുനി. ഖൈബർ യുദ്ധം നടക്കുമ്പോഴാ ആരാ എന്നോട് ഫേസ് ടു ഫേസ് ഫൈറ്റിനുള്ളത്? തങ്ങൾ പറഞ്ഞു, ഉഖ്റുജ് യാ അലി. അലിയാരെ ചെല്ലിൻ, അലിയാരെ നിങ്ങൾ ചെല്ലിൻ എന്ന് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു അടുക്കുകയാണ്. ജാഅൽ ഹഖ് വസഹഖൽ ബാതിൽ ഇന്നൽ ബാതില കാന സഹൂഖാ. ഹഖ് അവിടെ വരുന്നു, ബാത്തിലാണ് മുറഹിബ്. ഹഖ് വരുന്നതോടുകൂടെ ബാത്തിൽ അവിടെ നില്ലാതായി പോവാൻ. അലീതങ്ങളും പാട്ടുപാടി, അനല്ലദി സമ്മതിനി ഉമ്മി ഹൈദറ, അനല്ലദി സമ്മതിനി ഉമ്മി ഹൈദറ, അനല്ലദി സമ്മതിനി ഉമ്മി ഹൈദറ കലൈതി ഗാബാതിൻ കരീഹിൽ മൻദറ അഖീലികും ബിസ്സാഇ കൈലസ് സിന്ദറ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, എൻ്റെ ഉമ്മ എനിക്കിട്ട പേര് ഹൈദറ എന്നാണ്. പുലിക്കുട്ടി, സിംഹക്കുട്ടി എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടാണ് അലി റളിയല്ലാഹു അൻഹു അവിടെ ധീരമായ വിജയം കാഴ്ചവെച്ചത്. റസൂലുള്ളാഹി തങ്ങളുടെ വേറൊരു കാര്യം കൂടെ അവിടെ പറയാനുണ്ട്. ചില യുക്തിവാദികൾ അല്ലാഹുവിന്റെ റസൂലിനെ പച്ചയായി ഹബീബായ നബി തങ്ങളെ മനസ്സിലാക്കാതെ പുണ്യനബിയെ ആക്ഷേപിക്കുന്ന, തലയിൽ യുക്തിബോധം അല്ലെങ്കിൽ ധാർമ്മിക ബോധമില്ലാത്ത ചില ആളുകൾ, അവരോട് ഫാത്തിമ ബിൻതു ഖൈസ്, ഫാത്തിമ ബിൻതു അസദ് റളിയല്ലാഹു അൻഹയെ ഓർമ്മ വന്നപ്പോൾ ഞാൻ പറയുകയാണ്, മഅദല്ലാഹ്, നിങ്ങളുടെ ആരുടെയും മനസ്സിലേക്ക് പുണ്യനബി തങ്ങളെ സംബന്ധിച്ചുള്ള അവിടുത്തെ ജീവിതത്തിന്റെ വിശുദ്ധമായ ഏടുകൾ പഠിച്ച ഒരാൾക്കും ഒന്നുമേ ആ പുണ്യനബിയെ കുറിച്ച് ആർക്കും ഒന്നും പറയാൻ കഴിയില്ല. ആ ഹബീബിന്റെ മേൽ കരിവാരിത്തേക്കാൻ ഒരു പച്ച നുണ പറഞ്ഞതുണ്ട്. ആ നുണെന്താ? നമ്മുടെ കേരളത്തിലെ മലയാളി യുക്തിവാദികളും അത് പറഞ്ഞു. വളരെ സ്നേഹത്തോടുകൂടെ പറയാൻ, ഒരു മനുഷ്യൻ എന്താണോ ചെയ്യുന്നത് അതായിരിക്കും അവർ ചിന്തിക്കുന്നത്. ഇനി ഞാൻ കഥ പറയാം. അല്ലാഹുവിന്റെ റസൂലിന്റെ പുതിയാപ്പിളയുടെ ഉമ്മ, അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഫാത്തിമ ബിൻതു അസദ് റളിയല്ലാഹു അൻഹ വഫാത്താവുകയാണ്. അവർ മരണപ്പെട്ടു. ആരായത്? നബി തങ്ങളുടെ അമ്മായിയാണ്. പക്ഷേ അള്ളാഹുവിന്റെ ഹബീബിന്റെ പുതിയാപ്പിളയാണ്. അബൂ ത്വാലിബ് എന്നവരുടെ മകൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അബൂ ത്വാലിബ് എന്നവർ നബിന്റെ മൂത്താപ്പയല്ലേ? അപ്പൊ നബിന്റെ മൂത്തമ്മയാണ് ആര്? ഫാത്തിമ ബിൻതു അസദ് റളിയല്ലാഹു അൻഹ. പിന്നെ ഫാത്തിമ ബീവിന്റെ അമ്മായിമ്മയാണ്. സ്വന്തം മകള് ഫാത്തിമ ബീവിയുടെ അമ്മായിമ്മ അലി തങ്ങളുടെ ഉമ്മയല്ലേ? ആ ഉമ്മ വഫാത്തായപ്പോ ആ ഉമ്മയോടുള്ള സ്നേഹം കൊണ്ട്, എന്തേ, നബിന്റെ മൂത്തമ്മയാണ്, പിന്നെ മരുമോന്റെ ഉമ്മയാണ്. അമ്മായിമ്മയല്ലേ? മോളുടെ അമ്മായിമ്മയല്ലേ? നിങ്ങളുടെ അമ്മായിമ്മ എന്നല്ലേ പറയല്? അല്ലേ? മരുമോള് എന്ന് പറയോ? ചിലടത്ത് മരുമോള് എന്ന് പറഞ്ഞാൽ പെങ്ങളെ കുട്ടിക്കാൻ മരുമോള് എന്ന് പറയാം. അമ്മായിമ്മ എന്ന് പറയില്ലേ? നമ്മുടെ മരുമോളുടെ ഉമ്മ, അല്ലെങ്കിൽ നമ്മുടെ മരുമോന്റെ ഉമ്മ. അപ്പോ ആ സ്നേഹത്തിന്റെ പേരിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ കരുണ നമ്മൾ അറിയണം. ഫാത്തിമ ബിൻതു അസദ് റളിയല്ലാഹു അൻഹക്ക് ഖബർ കുഴിച്ചപ്പോ ആ ഖബറിലേക്ക് മഹദിയെ എടുത്തു വെക്കുന്നതും, ആ ഖബർ അന്നൊക്കെ ലഹദുകളാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തുരന്നിട്ട് ഉള്ളിലേക്ക് ആ മയ്യത്ത് വെക്കുക, എന്നിട്ട് അവിടെ അടക്കുക ചെയ്യുക. ഗൾഫിൽ പോയ ആൾക്കാർ കാണാറുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഷക്ക് എന്ന് പറയും, നേരെ കുഴിയാണ്, അത് മൂടലാണ്. ഗൾഫ് നാടുകൾ കണ്ടിട്ടുണ്ടാവും, അത് കുഴിയെടുത്തിട്ട് അതിന് ഉള്ളിന്ന് തുരക്കും, എന്നിട്ട് അവിടെയാണ് മയ്യത്ത് വെക്കുക. അള്ളാഹുവിന്റെ ഹബീബ് ആ ഉമ്മയോടുള്ള സ്നേഹം, സ്വന്തം മൂത്തമ്മയല്ലേ, ആ മൂത്തമ്മയോടുള്ള സ്നേഹത്തിന്റെ പേരിൽ അള്ളാഹുവിന്റെ ഹബീബ് ഖബറിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ആ ഉമ്മാക്ക് വേണ്ടി.
യുക്തിവാദികൾ ഇതൊക്കെയാണ് പറയുന്നത്. കാരണം അവർ പറയുന്നത് മറുപടി പറയലല്ല നമ്മുടെ ദൗത്യം. നമുക്ക് ഒരുപാട് നല്ല കാര്യം പഠിപ്പിക്കാനുണ്ട്. അവർ പഠിക്കാതെ എന്തെങ്കിലും പറഞ്ഞു വിടുന്നതിന് നമ്മൾ മറുപടി പറയാൻ നിൽക്കുക, ലൈഫ് തീർന്നു പോവില്ലേ? അതുകൊണ്ടാണ് നമ്മൾ അതൊന്നും ടച്ച് ചെയ്യാത്തത്. ഗാർബേജുകളാണ്. ഇതിനെന്തിനു പറയണം? അതിൽപ്പെട്ടൊരു ഗാർബേജ് ആണ് ഞാനിപ്പോൾ പറഞ്ഞിരുന്നത്. ഒരു ഗാർബേജ്, അവർ കൊണ്ട് തള്ളിയിട്ട ഒരു മാലിന്യം പുണ്യ റസൂലിനെ കുറിച്ച്. അവരുടെ തലയിലെ മാലിന്യം എടുത്തു വെക്കാതിരുന്നാൽ എങ്ങനെ അവർക്കത് കാണാൻ കഴിയും? അങ്ങനെ പുണ്യ നബി ആ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്തു. ഖബറിൽ കടന്നിട്ട് ലഹദാൻ മയ്യത്ത് മറവ് ചെയ്ത് മൂടിക്കിടന്നാൽ പിന്നെ മണ്ണിട്ട് നിറക്കേണ്ട ഒരു കുഴി അപ്പോഴേ അവിടെ ബാക്കി ഉണ്ടാവും. ആ കുഴിയിൽ ആ ഉമ്മ നബിയുടെ മൂത്തമ്മയാണ്, അലി തങ്ങളുടെ ഉമ്മയാണ്, ഫാത്തിമയുടെ അമ്മായിമ്മയാണ്, സ്വന്തം മകളുടെ അമ്മായിമ്മയാണ്. ആ ഉമ്മയോടുള്ള സ്നേഹത്തിന്റെ പേരിൽ അവർക്ക് ദുആ ചെയ്തിട്ട് നബിതങ്ങൾ ആ ഉമ്മയുടെ അരികത്ത് ഖബറിൽ പച്ചമണ്ണിൽ ഹബീബായ നബി കടന്ന് ദുആ ചെയ്തിട്ടുണ്ട്. ഇതാണ് സംഭവം. എന്താ യുക്തിവാദി പറഞ്ഞെന്നറിയോ? മരിച്ച ഒരു ശവത്തെ വ്യഭിചരിച്ചു. അസ്തഗ്ഫിറുല്ലാഹ്. ഇതാണ് ഇവരുടെ തലയിൽ കിടക്കുന്ന ചെളിയുടെ മാലിന്യത്തിന്റെ കൂമ്പാരം. ഇങ്ങനത്തെ ആളുകളോടാണോ നമ്മൾ സംസാരിക്കേണ്ടത്? അവരുടെ തലയിൽ ചെളിയാവുമ്പോ ചെളിയിലെ ചിന്തിക്കാൻ പറ്റൂ? അവർ ഇതിനെക്കുറിച്ച് ആലോചിച്ച് നടക്കുന്നത്. പുണ്യ റസൂലിന്റെ പവിത്രമായ ജീവിതം പഠിക്കാതെ വന്നിട്ട് അവർ പറഞ്ഞ തോന്നിവാസമാണിത്. എങ്ങനെ അതൊക്കെ സഹിക്കുക? ഹദീസ് ഒന്ന് വായിച്ചാൽ അവർക്ക് ഇതൊക്കെ ഈ കിടക്കണതൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ ഇതേ അറിയുള്ളൂ, അവരിതേ പഠിച്ചിട്ടുള്ളൂ. അതിന്റെ പേരിൽ ഹബീബായ നബിയുടെ മേൽ പച്ച നുണ കെട്ടിവെച്ചവർ ഒന്നുകിൽ അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങിക്ക്. കാരണം നിങ്ങൾ ചരിത്രത്തോട്, ഒരു ധർമ്മത്തോട്, ഒരു സംഭവത്തോട് കാണിക്കേണ്ട മാന്യത പോലും കാണിക്കാതെ ആരാണിത് ചെയ്തത്? നൂറുകണക്കിന് ആളുകൾ നോക്കി നിൽക്കുന്ന ഒരു ചുറ്റുപാടിൽ പുണ്യ നബിയുടെ മൂത്തമ്മയാണിത്. യുക്തിവാദി, നിനക്കറിഞ്ഞോ ഹബീബ് ആരാണെന്ന്? എന്നിട്ട് നിന്റെ ചെളിയിൽ, തലാന്ന് ഞാൻ പറയില്ല, നിന്റെ ചെളിയിൽ ഉദിച്ചത് ഈ മാലിന്യമാണ്. അത് നീ വിളിച്ചു പറയാണല്ലേ? ഹബീബായ നബി തങ്ങളെ തൊടാൻ നിങ്ങൾക്ക് കിട്ടൂല. പുണ്യ റസൂലാണിത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓറിയന്റലിസ്റ്റുകൾ എഴുതി വിട്ട പുസ്തകമുണ്ട്. അതൊക്കെ പരിഭാഷപ്പെടുത്തി വായിച്ചിങ്ങനെ സ്റ്റേജമെന്ന് പറഞ്ഞ് 4 ചിരിയും ചിരിച്ച് കൂടുതൽ ആൾക്കാർ ഒരു കയ്യടിയും കൊടുത്ത് വീഡിയോ എടുത്തിട്ട് വിടുകയാണ്. ഓറിയന്റലിസ്റ്റുകാരൻ എഴുതി വെച്ചതിന്റെ ആ ചെളിയുടെ നാറ്റം അവർ തന്നെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഇപ്പൊ എത്തിയിട്ടുള്ളൂ, കുറച്ച് ദിവസം ഉണ്ടാവും. അള്ളാഹുവിന്റെ ഹബീബിന്റെ മുത്തമ്മയാണിത്. ആ മുത്തമ്മക്ക് വേണ്ടി ദ്വായരന്നിട്ട് ആ ഖബറിൽ കിടന്നതേ നിനക്ക് തോന്നിയത് ഇങ്ങനെയാണല്ലേ? ഷൈം ഓൺ യു. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അമ്മായിയാണിത്, ഫാത്തിമ ബിൻതു അസദ് റളിയല്ലാഹു അൻഹ. അവരാണ് വിളിച്ചത് അലി തങ്ങൾക്ക് ഹൈദർ എന്ന പേര്. എന്റെ മോൻ ഹൈദറാണിത്, എന്റെ മോൻ ഹൈദറാൻ. തലയടിച്ച് വീഴുമ്പോഴാണ് പറയുന്നത്, ഇതെന്റെ മോൻ. നഫ്സി ഫദൈതു ഹൈദറ كليث غابات كريه المنظرة نفسي فديت حيدرا كليث غابات كريه المنظرة. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് ഹൈദറ. ഹൈദർ എന്നവര് റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിൽ ഒരാൾ വന്നു. നബി ചോദിച്ചു, പേരെന്താണ്? ഗാവിൻ. ഗാവി എന്ന് ആ പേരൊന്നും ഇടല്ലോ, ഇടല്ലേ. ഗാവിൻ എന്ന് പറഞ്ഞ വഴിപിഴച്ച ആളെന്നാ. തങ്ങൾ പറഞ്ഞു, നിന്റെ പേര് റാഷിദ് എന്നാണ്. എന്താ പിന്നെ ഗസറ്റ് കൊടുക്കത്തൊന്നുമില്ലല്ലോ, പത്രത്തിൽ കൊടുക്കേണ്ട നിയമമൊന്നുമില്ലല്ലോ. തങ്ങൾ പറഞ്ഞു, അവിടെ മാറ്റി. ഗാവി എന്ന പേര് നബി തങ്ങൾ റാഷിദ് എന്നാക്കി മാറ്റി സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറൊരാൾ വന്നു, നിന്റെ പേരെന്താണ്? വാലിം. എന്താ വാലിം എന്ന് പറഞ്ഞാൽ അക്രമി. തങ്ങൾ പറഞ്ഞു, നിന്റെ പേര് മഖ്സദ്, സദുദ്ദേശം എന്നാണ് നിന്റെ പേര്. അവിടെ നിന്ന് മാറ്റിക്കൊടുത്തു. ഒരു പെണ്ണ് തങ്ങൾ ചോദിച്ചു, മോളെ നിന്റെ പേരെന്താണ്? ആസിയ. എന്റെ പേര് തെറ്റ് ചെയ്യുന്ന പെണ്ണ് എന്നാണ്. ഇന്നിപ്പോ നമ്മളെ കുട്ടികളുടെ ഈ ടീഷർട്ടുമ്മലൊക്കെ കാണാറുണ്ട്. ഇപ്പൊ ഞാൻ നാട്ടിൽ വല്ല ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോഴെങ്കിലും കാണാറുണ്ട്. ബൈക്കിലൊക്കെ കുട്ടികൾ ഇങ്ങനെ പോകുമ്പോഴേ അവർ ബാക്കിൽ എഴുതിയത് അവർ കാണുന്നില്ലല്ലോ. ദ ബ്ലാക്ക് ഡെവിൾ. കാർമലൊക്കെ സ്റ്റിക്കർ ഉണ്ട്. ഡെവിൾ. എന്താ ഡെവിൾ എന്ന് പറഞ്ഞാൽ? പിശാച്ച്. യുഫോ. പിശാച്ച് എന്നതിന്റെ അർത്ഥം പച്ച ശൈത്താൻ എന്ന്. ഇവിടെ കുട്ടികളുടെ പേരാണ്. ബ്ലാക്ക് മാജിക്. ബ്ലാക്ക് മാജിക് വേറെ സാധനങ്ങൾക്ക് പേരുണ്ട്. പക്ഷെ ഡെവിൽ, പിശാച്ചിന്റെ പേര് വെക്കുക. അല്ലെങ്കിൽ മോശപ്പെട്ട അർത്ഥങ്ങൾ. ഞാൻ വഴിതെറ്റിയവനാണ്, ഐ ആം ദ ഡീവിയൻസ്. പേരുകളാണ്, ഓരോരുത്തരുടെ മെസ്സേജുകളാണ്. ടീഷർട്ടിന്റെ പുറത്ത് മുമ്പിലൊക്കെ കൊടുക്കുന്ന എഴുത്തുകളാണിത്, മോശപ്പെട്ടത്. അന്ന് അവരിങ്ങനെ പേര് വെച്ചിരുന്നു. ആസ്വിയ, തെറ്റു ചെയ്യുന്ന ആളാണ്. നബി തങ്ങൾ പറഞ്ഞു, മോളെ നിന്റെ പേര് ആസ്വിയ അല്ല, ഞാൻ മാറ്റുകയാണത്. ജമീല, സുന്ദരി എന്നാണ് നിങ്ങളുടെ പേര്. ജമീല, ഭംഗിയുള്ളവൾ. വേറൊരു പെണ്ണ് വന്നു, പേരെന്താണ്? ബർറ. അവിടെ ചെറിയൊരു വിഷയമുണ്ട്. ബർറ എന്ന് പറഞ്ഞാൽ ശരിക്ക് പരിശുദ്ധയായ പെണ്ണ് എന്നാണ്. നബി തങ്ങൾ പറഞ്ഞു, നമ്മൾ ആരും പരിശുദ്ധരാണെന്ന് പറയരുതല്ലോ, അതുകൊണ്ട് മോളെ നിന്റെ പേര് സൈനബ് എന്നാണ്. നബി തങ്ങൾ പേര് മാറ്റിക്കൊടുത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പേര് വിളിക്കപ്പെടുന്നത്, നമ്മുടെ മക്കൾക്ക് നല്ല പേര് വെക്കുക, നല്ല അർത്ഥമുള്ള പേരുകൾ.
ഉസ്താദുമാരോട് ചോദിക്കാം, പരിചയമുള്ള ആളുകളോട് ചോദിക്കാം. നെറ്റിൽ കാണുന്ന പേരൊന്നും ഇട്ടുണ്ടേ നോക്കിയിട്ട്. നെറ്റിൽ എല്ലാറ്റിനും പ്രിൻസും പ്രിൻസസും തന്നെ അർത്ഥം കൊടുക്കുന്നത്. ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ഒരർത്ഥമില്ലാത്ത വേർഡിനും കൊടുക്കും ഗിഫ്റ്റ് ഓഫ് ഗോഡ്. എനിക്കറിയില്ല ഇവിടുന്ന് ആരാ അതൊക്കെ പഠിച്ചു വിടുന്നത്. എന്നിട്ട് കുട്ടികൾക്ക് പേരിടുക. ഒരു തലയും വാലും അത് അറബിയാണോ തുർക്കിയാണോ പേർഷ്യനാണോ ഉറുദു ആണോ ഒന്നും അറിയില്ല. ഒരു കേൾക്കാൻ രസമുള്ള ശബ്ദം. അർത്ഥം എന്താ? ഗിഫ്റ്റ് ഓഫ് ഗോഡ്. അപ്പൊ ഗിഫ്റ്റ് ഓഫ് ഗോഡ് നോക്കുമ്പോൾ 100 പേരിന് അർത്ഥം കൊടുത്തത് ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നാണ്. ഐ ഡൗട്ട്സ്, എനിക്കറിയില്ല അങ്ങനെയൊക്കെ ഉണ്ടോ, ആ വാക്കുകളുണ്ടത് നമ്മൾ പഠിച്ചെടുത്തൊന്നുമില്ല. അല്ലാഹു അലം. അതുകൊണ്ട് നല്ല അറബി പേരുകൾ, പുണ്യനബിതങ്ങളുടെ, അസ്ഹാബുമാരുടെ, സുഹാബിയത്തുകളുടെ, അംബിയാഇന്റെ, സജ്ജനങ്ങളുടെ, അതല്ലെങ്കിൽ നല്ല അർത്ഥമുള്ള പേരുകൾ, നല്ല അർത്ഥമുള്ള പേരുകളാവാം. കാരണം നമ്മുടെ ഖിയാമത്ത് നാളിൽ അള്ളാഹു വിളിക്കുന്നത് നിങ്ങളുടെയും വാപ്പയുടെയും പേര് വെച്ചുകൊണ്ടാണ്. ഫുലാൻ ഇബ്നു ഫുലാൻ, അല്ലെങ്കിൽ ഫുലാൻ ബിൻത് ഫുലാൻ, ഫുലാന ബിൻത് ഫുലാൻ, ഇന്ന ആളിന്റെ മോള്, ഇന്ന ആളിന്റെ മോൻ. അങ്ങനെയാണ് നാളെ ഖിയാമത്ത് നാളിൽ വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പേരുകൾ നല്ല പേരുകളായി കാണണേ, നിങ്ങൾ അങ്ങനെയാണ് വിളിക്കപ്പെടുന്നത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ദമ്പതികൾ ഉണ്ടാവും ഇവിടെ. ഞാൻ അവരോട് പറയാണേ, നിങ്ങൾ അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് ധാരാളം ചൊല്ലണം. അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരയണമേ എന്നാണ് ഇതിനർത്ഥം. യുംദിദുകും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാതിൻ വയജ്അൽ ലക്കും അൻഹാറാ. അല്ലാഹു നിങ്ങൾക്ക് മഴ തരും എന്ന് പറഞ്ഞതിൽ പിന്നെ അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് ചൊല്ലുന്നവർക്ക് മക്കളെ കൊടുക്കും, സമ്പത്ത് കൊടുക്കും എന്നും അല്ലാഹുവിന്റെ കലാമിൽ നമുക്ക് വായിക്കാൻ കഴിയും. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് അസ്തഗ്ഫിറുല്ലാഹൽ അദീം. നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുത്തോ, ഡോക്ടർമാരെ പോയി കണ്ടോളൂ, അവർ തരുന്ന മെഡിസിൻ കഴിച്ചോളൂ. പക്ഷേ ഇസ്തിഗ്ഫാർ ചെയ്യണം. അതിൻ്റെ കൂടെ അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് ധാരാളം ചൊല്ലണം. ഈ സദസ്സിന്റെ ഹുർമത്ത് കൊണ്ട് എല്ലാവരും മനസ്സറിഞ്ഞാമ്യം പറയണേ. എത്രയോ ദമ്പതിമാർ മക്കളുണ്ടാവണമെന്ന് ആഗ്രഹിച്ച് കൊതിച്ച് വർഷങ്ങളായി കാത്തിരിക്കുന്നവർ ഈ സദസ്സിലുണ്ടാകാം. നമ്മളോടൊക്കെ ദുആ ചെയ്ത പല സദസ്സുകളിലുമുണ്ട്. അല്ലാഹുവേ, ഈ വിശുദ്ധമായ ഒരു സ്ഥാപനം, റൗളത്തുൽ ഉലൂം എന്ന നിന്റെ ദീനിന് വേണ്ടി സമ്മാനിക്കപ്പെട്ട, സമർപ്പിക്കപ്പെട്ട ഈ സ്ഥാപനം, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു മഹാനായ വ്യക്തിത്വത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ നീയത്ത്, അവരുടെ മക്കള് ഷഫീർ, മഹ്മൂദ്, അസ്ലം, ഷമ്മാസ്, ഫാത്തിമ, ഷാഹിന, ആ ഒരു കുടുംബത്തിലെ മക്കള്, അവരൊക്കെ വാപ്പയോടൊപ്പം ഇതിൻ്റെ കൂടെയാണ്, ഈ സ്ഥാപനത്തിൻ്റെ കൂടെയാണ്. അല്ലാഹുവേ, അവരുടെയൊക്കെ ചെയ്ത നന്മകളുടെ, അവരുടെയൊക്കെ പുണ്യമായ നിയ്യത്തിൻ്റെ ഒക്കെ ബറക്കത്തുകൊണ്ട് ഇവിടെ ചൊല്ലുന്ന പറയുന്ന നല്ല കാര്യങ്ങളുടെ ആമീനിന്റെയും ദുആഇന്റെയും ഖുർആനിന്റെയും ഹദീസിന്റെയും മഹത്വം കൊണ്ട് റബ്ബേ, ആ ദമ്പതികൾക്കൊക്കെ കൺകുളിർമയുള്ള മക്കളെ നീ കൊടുക്കണമേ തമ്പുരാനെ. ഞങ്ങൾക്ക് നീ തന്ന മക്കളെ നീ സ്വാലിഹീങ്ങളാക്കി തരണേ പടച്ചവനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റബ്ബി ലാ തദർനി ഫർദൻ വഅൻത ഖൈറുൽ വാരിസീൻ. റബ്ബി ലാ തദർനി ഫർദൻ വഅൻത ഖൈറുൽ വാരിസീൻ. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം ദുആ ചെയ്തിട്ടില്ലേ? കുഞ്ഞില്ലാതെ വന്നപ്പോൾ അല്ലാഹുവേ, എന്നെ നീ ഒറ്റക്കാക്കി കളയല്ലേ റബ്ബേ. റബ്ബി ലാ തദർനി ഫർദ, എന്നെ ഒറ്റക്കാക്കല്ലേ റബ്ബേ, ഒരു കുഞ്ഞു വേണം, ഒരു കുഞ്ഞു വേണം. വഅൻത ഖൈറുൽ വാരിസീൻ, കുഞ്ഞുങ്ങളെ നൽകാൻ കഴിയുന്നത് റബ്ബേ നിനക്കാണല്ലോ, എനിക്കൊരു കുഞ്ഞിനെ തരയണമേ എന്ന് ദുആ ചെയ്തു. നമ്മുടെ മക്കളൊക്കെ വലിയ നിഅമത്താണ്. അവർക്കൊക്കെ നല്ല ആരോഗ്യവും ആഫിയത്തും അല്ലാഹു നൽകട്ടെ. നമ്മുടെ ഉമ്മമാർ കുഞ്ഞുങ്ങളെ വളർത്തുക എന്ന് പറഞ്ഞാൽ, എൻ്റെ സഹോദരങ്ങളാ, ജ്യേഷ്ഠാനുജന്മാരെ, ഉപ്പമാരെ, നമ്മളൊന്നും ഒരു 5 ദിവസമൊക്കെ നോക്കിയെന്ന് വരും, പിന്നെ നമ്മളെ കൊണ്ട് കഴിയൂല. അവർ നോക്കുന്നത് വർഷങ്ങളാണ്. പിന്നെ ഇടക്കിടക്ക് പ്രസവിക്കുന്ന പെണ്ണുങ്ങളും കൂടി ആണെങ്കിൽ പറയും വേണ്ട, അവർക്കൊരു 10 കൊല്ലത്തിനൊന്നും പിന്നെ കുഞ്ഞുങ്ങൾക്കുള്ള ലൈഫ് എന്നല്ലാണ്ട് അവർക്കൊരു ലൈഫൊന്നും ഇല്ല. പിന്നെ അങ്ങനെ നമ്മൾ കൂർക്കം വലിച്ച് ഉറങ്ങുന്നുണ്ടാവും. ഇവർ കുട്ടികളെ ഡയപ്പർ മാറ്റി കൊടുക്കാനും, അവർ ചുമച്ചിട്ടും, അവർ ഉറങ്ങാതായിട്ടും, അവർ ഭക്ഷണം വേണം ദാഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടും ഉത്രയിപ്പിക്കാനും അവർ 100 വട്ടം ഉണരുകയും ആ മക്കളുടെ പിന്നാലെയാണ്. നമ്മൾ വാപ്പ എന്ന് പറഞ്ഞടക്കാൻ വലിയ പണിയൊന്നുമില്ല, പക്ഷെ അവർക്ക് ഉമ്മ എന്ന് പറയാൻ വലിയ കഠിനാധ്വാനം അവർ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ മറക്കരുത്. ഞാൻ പറയാണ് ചെറുപ്പക്കാരോട് പ്രത്യേകിച്ചും, കല്യാണം കഴിയുമ്പോൾ ആദ്യത്തെ 2 കൊല്ലമൊക്കെ ഭയങ്കര റൊമാൻറ്റിക് ആയിരിക്കും. ഒരു കുട്ടിയായി കഴിഞ്ഞാൽ പിന്നെ എവിടേക്കും കൊണ്ടുപോകില്ല, ഒരു സ്നേഹപ്രകടനമില്ല, പിന്നെ കറങ്ങുകയാണ് ഒറ്റയ്ക്ക്, പിന്നെ ഓളെ കൊണ്ടുപോകില്ല, അല്ലെങ്കിൽ മക്കൾ വേണ്ട, അല്ലെങ്കിൽ അവരൊറ്റയ്ക്ക് ആയിക്കോട്ടെ, ഞാൻ ഒറ്റയ്ക്ക്. അങ്ങനെ ചിന്തിക്കല്ലേ. നിങ്ങളുടെ മക്കൾക്ക് ഗർഭം ചുമന്ന് പ്രസവിച്ച് ആ ഗർഭത്തിൻ്റെ സമയത്ത് നോക്കണേ, എത്ര ഭക്ഷണം അവർക്ക് കഴിക്കാൻ പറ്റാതെ വരും, കാലിൽ നീര് വരും, കാലിൽ ഞരമ്പ് വീർത്ത് വരും, ഛർദിക്കും, ഉറങ്ങാൻ കഴിയില്ല, നടക്കാൻ കഴിയില്ല, ഊരവേദന വരും. എന്നിട്ടാണ് അവർ പ്രസവിക്കുന്നത്. അപ്പോൾ അവരോടൊക്കെ വല്ലാത്ത കടപ്പാട് നമ്മൾ കാണിക്കേണ്ടവരാണ്. ഈ സദസ്സിൽ കൊച്ചുമക്കളെയും കൊണ്ടുവന്നിരിക്കുന്ന ഉമ്മമാരുണ്ടാകും. അള്ളാഹു നിങ്ങൾ ചെയ്യുന്ന മക്കളെ വളർത്താനും അവരെ പരിപാലിക്കാനും അവരെ ശുശ്രൂഷിക്കാനും നിങ്ങളുടെ ശരീരമടക്കം നിങ്ങൾ മക്കൾക്ക് വേണ്ടിയാണ് സമർപ്പിക്കുന്നത്. പടച്ചതമ്പുരാൻ അതിനൊക്കെ അർഹമായ വലിയ പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് നൽകട്ടെ.
ആമീൻ യാ റബ്ബൽ ആലമീൻ. അതൊരിക്കലും വൃഥാവിലാവില്ല സഹോദരിമാരെ. നിങ്ങൾ ഉമ്മയാകുന്നതോടുകൂടെ നിങ്ങളുടെ കാലിന്റെ കീഴെ സ്വർഗം അല്ലാഹു തന്നില്ലേ? അത് പ്രസവിക്കുന്നതോടുകൂടെ അല്ലാഹു നൽകുന്ന റബ്ബിന്റെ സമ്മാനമാണ്. നിങ്ങളുടെ കാലിന്റെ താഴെയാണ് സ്വർഗം എന്ന് അള്ളാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മഹത്വം നിങ്ങൾക്കേ ഉള്ളൂ. പാപ്പാന്റെ കാലിൽ സ്വർഗം എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടില്ല. ഉമ്മാന്റെ കാലിന്റെ താഴെയാണ് സ്വർഗം എന്ന് പറഞ്ഞു. അള്ളാഹു ആ മഹത്വം നിങ്ങൾ പ്രസവിച്ച് മക്കളെ നോക്കുന്നതിന് അള്ളാഹു നൽകുന്ന സമ്മാനമാണത്. അത് വലിയൊരു സമ്മാനമാണ്. റബ്ബി ലാ തദർനി ഫർജൻ വഅൻത ഖൈറുൽ വാരിഥീൻ. മറിയം ബീവി മസ്ജിദുൽ അഖ്സയിൽ ഇങ്ങനെ ഇബാദത്തിനിരിക്കുകയാണ്. മറിയം അലൈഹിസ്സലാം, മറിയം ബീവി കൊച്ചു കുഞ്ഞായിരുന്ന സമയം ഹന്നത്ത് ബീവി അവരുടെ ഉമ്മ മസ്ജിദുൽ അഖ്സയിലേക്ക് നേർച്ചയാക്കിയതാണ്, എനിക്കൊരു കുഞ്ഞിനെ തന്നാൽ. അപ്പൊ പറഞ്ഞു, അള്ളാഹുവേ, എനിക്ക് ജനിച്ച കുഞ്ഞ് പെണ്ണാണല്ലോ ഉടച്ചവനെ, ആൺകുട്ടിയാണെന്ന് വിചാരിച്ചിട്ടാണ് നേർച്ചയാക്കിയത്, പെണ്ണായി പോയല്ലോ റബ്ബേ. എന്നാലും തിരക്കേടില്ല. അള്ളാഹുവിന് കൊടുത്ത വാക്ക് മറിയം ബീവിയെ മസ്ജിദുൽ അഖ്സയിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഇന്നും മറിയം ബീവി റളിയല്ലാഹു അൻഹ ഇബാദത്തിനിരുന്ന സ്ഥലം ഗുർഫത്തു മറിയം, മെഹ്റാബ് മറിയം എന്നറിയപ്പെടുന്ന ഒരു ചേംബർ ഉണ്ട്, ഒരു ചെറിയ റൂമുണ്ട്. മസ്ജിദുൽ അഖ്സയിൽ പോയാൽ, ജെറൂസലേമിൽ പോയാൽ, താഴത്തെ അൽ മസ്ജിദുൽ മർവാനിയും കടന്നാൽ ഹൈക്കൽ സുലൈമാനിയിലേക്ക് ചെന്നാൽ ഏറ്റവും താഴെ കിടക്കുന്ന പുരാതനമായ പള്ളിയുടെ കെട്ടിടമുണ്ട്. പുറത്തുനിന്ന് കാണില്ല, ഉള്ളിലേക്ക് അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അവിടെ മറിയം ബീവിയുടെ മെഹ്റാബ് കാണാൻ കഴിയും. ഒരു ചെറിയ സ്റ്റെപ്പ്, കുറച്ച് 10-15 സ്റ്റെപ്പ് കയറണം. അവിടെ ഒരു റൂമാണ്. അവിടെയായിരുന്നു ബീവി ഇരുന്നിരുന്നത് എന്നാണ്. അപ്പോൾ ഭക്ഷണമൊന്നുമില്ല. ഒരു ദിവസം സക്കരിയ നബിയുടെ ബന്ധുവാണ്, അവരുടെ കസിനാണ്, ബഹുമാനപ്പെട്ടവരുടെ അവരുടെ അങ്കിളാണ്. ബഹുമാനപ്പെട്ടവരെ ചെന്നപ്പോഴേ മറിയം ബീവിയുടെ മുമ്പിലുണ്ട് കുറേ മുന്തിരിയും അവിടുത്തെ പഴങ്ങളും, അവിടെ കാണാത്ത പഴങ്ങൾ. ചോദിച്ചു, മറിയമേ അന്നാലകി ഹാദാ, എവിടുന്നാണ് മറിയമേ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടിയത്? ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ്, ഇത് അല്ലാഹു തന്നതാണ്, ആരും കൊണ്ടുവന്നിട്ടില്ല. അന്ന് ഫലസ്തീനിൽ ഉണ്ടാവാത്ത പഴങ്ങൾ, ഫലസ്തീനിൽ മുന്തിരിയും അത്തിപ്പഴം, ഈത്തപ്പഴം ഉണ്ടാവില്ല, അത്തിപ്പഴവും മുന്തിരിയും ഒലീവും ധാരാളം ഉണ്ടാകുന്ന നാടാണ്. വേറെയും പഴവർ, തണുപ്പാണ്, ഇച്ചിരി യൂറോപ്പിന്റെ ക്ലൈമറ്റ് ആണല്ലോ. കാരണം അവിടെ മെഡിറ്ററേനിയൻ കടലിൽ കടന്നാൽ പിന്നെ സൈപ്രസ്, അപ്പുറം കടന്നാൽ ഇറ്റലി, അപ്പോ പിന്നെ ഒരു സൈഡ് നേരെ പോയാൽ തുർക്കി. അപ്പൊ ഇതൊക്കെ യൂറോപ്പിന്റെ പരിസരങ്ങളാണ്. നല്ല ക്ലൈമറ്റാണ്, മനോഹരമായ ക്ലൈമറ്റാണ് അവിടെയൊക്കെ, നല്ല രസകരമായ ഭൂമികയാണ്. ഏതായിരുന്നാലും മറിയമേ, ഇവിടെ കാണാത്ത ഈ പഴങ്ങൾ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ഹുവ മിൻ ഇൻദില്ലാഹ്. ആരും കൊണ്ടുതരാതെ, ആരും ഇങ്ങോട്ട് നടന്നു വരാതെ നിങ്ങൾക്ക് നേർക്കുനേരെ അള്ളാഹു പഴം തന്നു എന്നല്ലേ ആ പറഞ്ഞതിന്റെ അർത്ഥം? അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ദുആ ഇവിടെ നിന്ന് അള്ളാഹിനോട് ദ്വാരക്കണം. ഞാൻ പ്രായമായ വയസ്സനായ ഒരു മനുഷ്യനാണ്. എന്റെ ഭാര്യയാണെങ്കിലോ ജന്മത്തിൽ പ്രസവിച്ചിട്ടില്ല. അവർക്ക് വേറെ ഭർത്താവിന്റെ കൂടെ ജീവിച്ചു പോകുന്നവരൊന്നുമല്ല. അവർക്ക് മക്കളെ ഉണ്ടായിട്ടില്ല. ഷീസ് ബാരൻ. അവര് തീരെ പ്രസവിക്കാത്തവളാണ്. അതുകൊണ്ട് ഒരു കാരണവുമില്ലാതെ പഴം തരാൻ അള്ളാഹ് കഴിഞ്ഞെങ്കിൽ എനിക്കൊരു കുഞ്ഞിനെ തരാനും അള്ളാഹ് കഴിയുമല്ലോ. ഹുനാലിക ദഅ സക്കരിയ. അതുകൊണ്ട് അവിടെ വെച്ച് സക്കരിയ നബി ദുആ ചെയ്തു. മറിയം റളിയല്ലാഹു അൻഹയുടെ മുഅ്ജിസത്ത് കണ്ട, ആ ഒരു കറാമത്ത് കണ്ടപ്പോഴാണ്. കറാമത്ത്, മുഅ്ജിസത്ത് എന്ന് പറയുമ്പോൾ അമ്പിയാക്കന്മാർക്ക്. മറിയം അലൈഹിസ്സലാം അള്ളാഹുവിന്റെ വലിയച്ചാണ്, അള്ളാഹുവിന്റെ വലിയച്ചായ മഹദിയാണ്. മഹദിക്കുണ്ടായ മഹാത്ഭുതം കണ്ടപ്പോ അവിടെ വെച്ച് സക്കരിയ നബി ദുആ ചെയ്തു, അള്ളാഹു എനിക്ക് കുഞ്ഞിനെ തരണം. മറിയമിന് ഇങ്ങനെ ആരുടെയും സഹായമില്ലാതെ പഴം കൊടുക്കാൻ, ഭക്ഷണം കൊടുക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ എനിക്ക് കുഞ്ഞിനെ തരാൻ നിനക്ക് കഴിയുമല്ലോ പടച്ചോനെ. അതുകൊണ്ടാണ് സക്കരിയ നബി മെഹ്റാബ് മറിയമിൽ വെച്ച് ദുആ ചെയ്തു. മെഹ്റാബ് എന്ന് പറയുമ്പോൾ നമ്മുടെ പള്ളിന്റെ മെഹ്റാബ് ഓർമ്മ വരും. ശരിക്കും മെഹ്റാബ് എന്ന് പറഞ്ഞാൽ റൂം എന്ന് അർത്ഥമുള്ളൂ, ഗുർഫ. പക്ഷെ നമ്മൾ പള്ളിക്ക് മെഹ്റാബ് എന്ന് പറയുമ്പോൾ ആ ഒരു എൻക്ലൈവ്, അതിനാണ് നമ്മളിപ്പോൾ മെഹ്റാബ് എന്ന് പറയാം. പക്ഷെ മറിയം ബീവിയുടെ മെഹ്റാബ് എന്ന് പറഞ്ഞാൽ റൂമാണ്. ഇമാമ് നിൽക്കുന്ന സ്ഥലം എന്നായിട്ട് തോന്നിപ്പോണ്ട, കണ്ട റൂമേ അവിടെ കാണുള്ളൂ. മെഹ്റാബിന് ഗുർഫ എന്നാണ്. ഏതായിരുന്നാലും റബ്ബി ലാ തദർനി ഫർജൻ വഅൻത ഖൈറുൽ വാരിഥീൻ, മക്കൾ വേണമെന്ന് ആഗ്രഹിക്കണം. അത് അല്ലാഹു നൽകുന്ന അനുഗ്രഹമാണ്. ആ അനുഗ്രഹം നാളെ അവർ ചെയ്യുന്ന സൽക്കർമ്മം അവരെ നല്ലത് പഠിപ്പിച്ചാൽ, അവരെ നല്ല നിലക്കായി കഴിഞ്ഞാൽ അവരുടെ ജീവിതം നമ്മുടെ ഖബറിലേക്ക് കിട്ടുന്ന സൽക്കർമ്മമാണ്. അങ്ങനല്ലേ പറഞ്ഞത്? ജാരിയായ സ്വതഖയാണ്. ഇദാ മാതൽ അബ്ദു ഇൻഖതഅ അമലുഹു ഇല്ലാ മിൻ സലാസ്. ഒരു മനുഷ്യൻ മരിച്ചുപോയാൽ ഹിസ് ഡീഡ്സ് വിൽ ബി കട്ട് ഓഫ്, എല്ലാ കർമ്മങ്ങളും പിന്നെ മുറിഞ്ഞുപോയി. ഇല്ലാ മിൻ സലാസ്. ഏതൊക്കെയാണ്? 3: വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, ഇൽമുൻ യുൻതഫഉ ബിഹി ഔ സദഖത്തിൻ ജാരിയ. ജാരിയായ സ്വതഖ, സ്ഥാപനം പോലെ, നമ്മുടെ പള്ളികളൊക്കെ പോലെ, മദ്രസ പോലെ സ്ഥിരമായി നിൽക്കുന്ന കിണർ കുഴിച്ചു കൊടുക്കുക, അതൊക്കെ ജാരിയായ സ്വതഖകളാണ്. നമ്മുടെ കുടുംബത്തിൽ നിന്നോ വേണ്ടപ്പെട്ടവരൊക്കെ മരിച്ചു പോകുമ്പോൾ അവരുടെ പേരിൽ എവിടെയെങ്കിലും വെള്ളം കിട്ടാത്ത സ്ഥലങ്ങളിൽ ഒരു കിണർ, മനുഷ്യന്മാർക്കോ മൃഗങ്ങൾക്കോ ജന്തുക്കൾക്കോ ആർക്കോ ഉപകാരപ്പെടുന്ന ഒരു കിണർ നിങ്ങൾ കുഴിച്ചു കൊടുക്കണം.
അത് നമ്മുടെ മരണശേഷവും നമ്മുടെ ഉമ്മാക്ക്, നമ്മുടെ വാപ്പാക്ക്, നമ്മുടെ ജ്യേഷ്ഠന്, നമ്മുടെ അനിയന്, നമ്മുടെ പെങ്ങൾക്ക് അവരുടെ ഖബറിലേക്ക് കിട്ടുന്ന പ്രതിഫലമാണ്. ഒരു കിണർ കുഴിച്ചു കൊടുക്കുക, എവിടെയെങ്കിലും, ഇവിടെയല്ല കർണാടകയിലാണ്, തമിഴ്നാട്ടിലെ വേണ്ടത്, അവിടെ കുഴിച്ചു കൊടുക്കുക. എവിടെയാണോ പറ്റുന്നത് ആവശ്യമുള്ളിടത്ത് നമ്മുടെ മരണപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യുന്ന ദാനധർമ്മം അതൊരു ജാരിയായ സ്വതക്കയാണ്. നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കൊടുത്തു അത് അവിടെ തീരും. നേരെ മറിച്ചൊരു കിണർ കുഴിച്ചാൽ അത് കാലാകാലം, എത്ര കാലം ആളുകൾ ഇതിന്റെ വെള്ളം കുടിക്കുന്നോ, ജീവികൾ കുടിക്കുന്നോ, പക്ഷികൾ കുടിക്കുന്നോ, അതിനൊക്കെ നിങ്ങൾക്ക് കൂലി കിട്ടും. ആർക്കും, നിങ്ങൾ ആർക്ക് വേണ്ടി നിയ്യത്ത് ചെയ്തിട്ടാണോ അത് ചെയ്തത് അവർക്കും കിട്ടും. ഇങ്ങനെ 3 ഒന്ന് ഉപകാരപ്പെടുന്ന അറിവ്. സ്വാലിഹായ മക്കള്, അള്ളാഹു നമ്മുടെ മക്കളൊക്കെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ, ആമീൻ. പുണ്യനബി തങ്ങൾ മക്കളെ വല്ലാതെ സ്നേഹിച്ചിട്ടോ. മക്കളോട് ക്രൂരത കാണിക്കരുതേ. പ്രത്യേകിച്ച് നമ്മൾ മദ്രസയിലൊക്കെ പഠിപ്പിക്കുമ്പോൾ ഉസ്താദന്മാർക്ക് ചിലപ്പോൾ ദേഷ്യം വരും, പഠിക്കാനൊക്കെ തോന്നും. കൊച്ചു മക്കളാണ്, ഇവരൊന്ന് പേടിപ്പിച്ചാൽ മതി, അടിക്കരുത്. ഒന്ന് കണ്ണുരുട്ടിയാൽ മതി, അടിക്കരുത്. ദേഹോപദ്രവം ചെയ്യരുത്, ദേഹോപദ്രവം ചെയ്യരുത്. പുണ്യനബി ഒരിക്കലും അടിച്ചിട്ടില്ല മക്കളെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാ ദറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹദൻ, ഒരാളെയും പുണ്യനബി അടിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഹിഫ്ളിന്. ഹിഫ്ള് എന്ന് പറയുമ്പോൾ അടികൊണ്ട് പഠിക്കേണ്ടതാണ് എന്നൊരു തോന്നലുണ്ട്. പണ്ടത്തെ ഉസ്താദന്മാർ അടികിട്ടി പഠിച്ചതാണ്. പക്ഷെ നമ്മൾ പുതിയ കുട്ടികളെ, ഈ ചെറിയ മക്കളെയൊന്നും അടിക്കരുത്. അടിക്കാതെ തന്നെ അവർക്ക് ഖുർആൻ മനപ്പാടാക്കാൻ കഴിയും. ആ ഒരു പഠിപ്പിക്കേണ്ട രീതി നമ്മൾ പഠിച്ചാൽ മതി, അടിക്കണമെന്നില്ല. അവരൊക്കെ അടിക്കുമ്പോഴേ ചില വീഡിയോ ഒക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടമായി പോയി. ആ റബ്ബേ, ഈ കുട്ടികളൊക്കെ ദീൻ പഠിക്കാൻ വന്ന ആ കുട്ടികളുടെ ജന്മത്തിൽ ദീൻ പഠിക്കാൻ നിൽക്കുമോ? ഇമാതിരി അടിയാണെങ്കിൽ അവരെ കൂട്ടുകാരൊക്കെ കളിച്ചടക്കുകയാണ്. ഈ കുട്ടി എന്തിനടി കൊള്ളുന്നു? ദീൻ പഠിക്കാൻ വേണ്ടി, ഖുർആൻ പഠിക്കാൻ. അവർ ഹർഫ് തെറ്റുമ്പോൾ അടിയാ. അങ്ങനെ ചെയ്യരുത്, മക്കളെ വെറുപ്പിക്കരുത്. സ്നേഹം കൊടുത്തുകൊണ്ട് തന്നെ അവരെ പഠിപ്പിക്കണം. അത് വലിയൊരു ദൗത്യമാണ്. ഞാനൊരു അധ്യാപകനാണ്. 10-21 കൊല്ലമായിട്ട് ദുബൈയിൽ, അബുദാബിയിലൊക്കെ ആയിട്ട് പഠിപ്പിക്കുകയാണ്. ഒരു കുട്ടിനെ അടിക്കേണ്ടി വന്നിട്ടില്ല. 22 കൊല്ലങ്ങാനായി തോന്നുന്നുണ്ട്. ഏതായിരുന്നാലും ഒരു കുഞ്ഞിനെയും അടിക്കേണ്ടി വന്നിട്ടില്ല, ഷൗട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല. അവരൊക്കെ പഠിക്കുന്നുണ്ട് ഉഷാറായിട്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ അവിടെ ചെന്നതിന് ശേഷം പഠിച്ചത്. നമ്മൾ നടി കിട്ടിപ്പോയതാ, കിട്ടിയടി കൊടുക്കാനുള്ളതല്ല. അത് നമ്മൾ തന്നെ വെച്ചാൽ മതി, സാരല്ല, പോട്ടെ. നമ്മൾ ഉസ്താദന്മാർ അങ്ങനെ അടിച്ചു, നമ്മൾ സഹിച്ചു, കഴിഞ്ഞു, പൊരുത്തപ്പെട്ടു കൊടുത്തു. എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ കൊടുക്കണം, അങ്ങനെയില്ല. ഞാൻ അങ്ങനെ കൊടുത്തിട്ടില്ല. അപ്പൊ നമുക്ക് അടിക്കാതെ പഠിപ്പിക്കാൻ പറ്റും, മക്കളെ വളർത്താനും പറ്റും. അതൊരു അറിവാണ്, അടിക്കണമെന്നില്ല. മാ ദറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇംറഅതൻ വലാ ഗുലാമൻ വലാ ഖാദിമ, ഒരു പെണ്ണിനെയോ അവിടുത്തെ ഭാര്യയെയോ അടിമകളെയോ വേലക്കാരെയോ ആരെയും പുണ്യനബി അടിച്ചിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് സ്നേഹമായിരുന്നു മക്കളോട്. സ്വല്ലൈനാ മഅ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ നിസ്കരിച്ചു. അത് ളുഹ്റോ അശ്റോ ആയിരുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ സുജൂദിൽ നിന്നും ഹബീബായ നബി തങ്ങൾ തല ഉയർത്തുന്നില്ല. കുറേ നേരം സുജൂദിൽ. ഞങ്ങളൊക്കെ പേടിച്ചു. ഒരു സഹാബി തലപൊക്കി നോക്കി, എന്താ കാര്യം എന്നറിയില്ല. കാരണം ഹബീബായ നബി എങ്ങാനും സുജൂദിൽ കിടന്ന് വഫാത്തായോ, അല്ലാഹുവിന്റെ റസൂലിനെ ആരെങ്കിലും ആക്രമിക്കാൻ വന്നോ, ഹബീബായ നബി തങ്ങൾ ആരെങ്കിലും ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടുണ്ടോ, എന്താ സംഗതി എന്നറിയില്ലല്ലോ. ഒരു 10 മിനിറ്റ് ആയിട്ടും പുണ്യനബി എഴുന്നേൽക്കണില്ല സുജൂദിൽ നിന്ന്. അപ്പൊ പേടിച്ചു, എല്ലാവരും പേടിച്ചു. അപ്പൊ ഒരു സഹാബി തലപൊക്കി നോക്കി. കാരണം അതൊരു ആർമി ചെയ്യേണ്ട, ഒരു സൈന്യം ചെയ്യുന്ന ഡ്യൂട്ടിയാണത്. റസൂൽ ഈസ് ഈ സേഫ് ഓർ നോട്ട്, നബി തങ്ങൾ സേഫാണ്, അവിടെ ഉണ്ട് എന്ന് കണ്ടു. അപ്പൊ പിന്നെ തല അവിടെ തന്നെ കടന്നു. നബി തങ്ങൾ നിസ്കാരം കഴിഞ്ഞു. അവര് ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയെ ഞങ്ങൾ പേടിച്ചു പോയല്ലോ. എന്തേ നബിയെ ഇങ്ങനെ ദീർഘമായൊരു സുജൂദ്, കുറെ നേരമായല്ലോ. അപ്പോഴാണ് ഹബീബിന്റെ മറുപടി. ഇന്ന ബിനി ഹാദാ, തങ്ങൾ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ലഅല്ലി തഅഖർതു അലൈക്കും ഫീ സുജൂദി, എൻ്റെ സുജൂദിൽ ഞാൻ കുറച്ച് നേരം എടുത്തിട്ടുണ്ട്, കുറച്ച് നേരം വൈകിയല്ലേ. നിങ്ങൾ പേടിച്ചോ? ഇന്ന ബിനി ഹാദാ യർതഹലനി, എൻ്റെ മോൻ ഹസൻ എൻ്റെ പെരടിയിൽ കളിക്കുകയായിരുന്നു. എൻ്റെ കുട്ടി, നമ്മൾ സുജൂദ് പോകുമ്പോൾ കുട്ടികൾക്കുണ്ട് വേക്കുന്നൊരു കയറിൽ, നമ്മൾ സുജൂദ് പൊങ്ങുമ്പോൾ കുട്ടി അങ്ങ് വീഴും. ശ്രദ്ധിക്കണേ, അങ്ങനെ കുട്ടികളെങ്ങാനും ദേഹത്ത് കയറിയാൽ കുട്ടികൾ സുരക്ഷിതമായി ഇറങ്ങുന്നവരെ കാത്തിരിക്കുകയോ അവരെ സുരക്ഷിതമായി ഇറക്കുകയോ ചെയ്യാം, കുഴപ്പമില്ല. നിസ്കാരം മുറിയാത്ത രീതിയിൽ ചെയ്താൽ മതി. എന്നല്ലാതെ ഞാൻ നിസ്കരിക്കല്ലേ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ അല്ലാഹു അക്ബർ, കുട്ടി തലടിച്ച് വീഴില്ലേ ബേക്കിൽ. നിങ്ങൾ നിസ്കരിക്കുന്നതിൻ്റെ കൂടെ ഒരു കുറ്റം അതിൻ്റെ കൂടെ വാങ്ങും. എന്തിനെന്നറിയോ? ഈ പിഞ്ചു കുഞ്ഞിനോട് കരുണ കാണിക്കാത്തതിൻ്റെ പേരിൽ. അള്ളാഹുവിന്റെ റസൂല് സുജൂദിലാണ്. പള്ളിയിലെ മഹല്ലിലെ ഇമാമാ നബി തങ്ങൾ, സങ്കല്പിക്കാലോ അങ്ങനെ. നമ്മുടെ പള്ളിയിലൊക്കെ ഉസ്താദ് സുജൂദ് കിടക്കുമ്പോൾ ഉസ്താദിന്റെ കുട്ടി വന്ന് ഉസ്താദ് അടുത്ത് താമസിക്കാൻ സങ്കല്പിക്കുക. ഗൾഫിലൊക്കെ അങ്ങനെയല്ലേ, പള്ളിൻ്റെ അടുത്ത് ഉസ്താദ്മാർക്ക് താമസിക്കാനുള്ള വീടുണ്ടാവും. നമ്മുടെ നാട്ടിലും അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഒരു ഉസ്താദിന്റെ കുട്ടി അവിടെ വന്നിട്ട് ഉസ്താദിന്റെ പെരടിക്കാരിരുന്നു, ഉസ്താദിന് തല പൊക്കാൻ പറ്റാതെ ഒരു 5 മിനിറ്റ് സുജൂദ് നീണ്ടുപോയാൽ പിരിച്ചു വിടൂലേ നമ്മള്? ഈ ഉസ്താദിനെ ശരിയാവില്ല. ഇത് അള്ളാഹുവിന്റെ റസൂൽ സംഭവിച്ചതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
പുണ്യനബിതങ്ങൾക്കുണ്ടായ അനുഭവമാണ്. അങ്ങനെയെങ്കിലും നമുക്ക് മനസ്സിലാക്കണം. കുട്ടികളവിടെ വരുന്നത് അതിനുള്ള നിയന്ത്രണങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ കുട്ടികളങ്ങ് വന്നു എന്ന് വിചാരിക്കും, എന്ത് ചെയ്യും? സുജൂദിൽ കിടക്കുമ്പോൾ അവർക്ക് എന്തോ ഒരു കൗതുകം തോന്നും. ഭയങ്കര നമുക്കൊക്കെ, എനിക്ക് എൻ്റെ മോനെ തോളിൽ കയറി കഴുത്തൊക്കെ പിടിച്ച് നമ്മൾ പറയാൻ പോലും കഴിയില്ല. അമ്മ അതിൽ പിടുത്തം പിടിച്ച് കയറി അത്യാത്രയൊക്കെ ഇരിക്കും. എന്താ ചെയ്യുക? കുഞ്ഞു മക്കളല്ലേ, ടേക്ക് ഇറ്റ് ഈസി. നമ്മുടെ മക്കളെയൊക്കെ സ്നേഹിക്കാൻ പഠിപ്പിച്ചതും നമ്മുടെ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ മോൻ ഞാൻ സുജൂദിൽ കിടന്നപ്പോഴേ എൻ്റെ തോളിൽ കയറിയിരുന്നു. അവൻ കളിക്കാൻ തുടങ്ങി. ഞാനാണെങ്കിലോ ഫഖശീതു അൻ അർഫഅ ഫഊദീ. ഉമ്മമാരെ കേൾക്കണേ, പ്രത്യേകിച്ച് ഉമ്മമാർക്ക് ഒരു അനുഭവം ഉണ്ടാവും. കുട്ടികൾ അവരെ ചുറ്റിപ്പറ്റിയല്ലേ ഉണ്ടാവുക വീട്ടിലൊക്കെ. ഞാനെങ്ങാനും തല ഉയർത്തിയാൽ എൻ്റെ കുഞ്ഞിന് ഒരു ബുദ്ധിമുട്ടാകുമോ, അവൻ്റെ തല പോയി ഇടിക്കുമോ, അവൻ വീഴുമോ എന്ന് ഞാൻ പേടിച്ചിട്ടാണ് എഴുന്നേൽക്കാതിരുന്നത്. അവൻ്റെ കളി കഴിഞ്ഞപ്പോ ഞാൻ തല ഉയർത്തി അല്ലാഹു അക്ബർ അത്തഹിയാത്തിലേക്ക് വന്നു. അതുവരെ ഞാൻ വരാതിരുന്നത് എൻ്റെ കുഞ്ഞിന് വേദനിക്കുമോ എന്ന് വിചാരിച്ചിട്ടാണ്. ഹബീബിന്റെ മോൾ ഫാത്തിമ ബീവിയുടെ കുഞ്ഞാണിത്, ഹസൻ റളിയല്ലാഹു അൻഹു. ഇതാണ് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഅല്ലിമുൽ ബശരിയ്യ, മനുഷ്യ സംസ്കൃതിക്ക് അധ്യാപനം നടത്തിയ അധ്യാപകൻ, മുഅല്ലിമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അനുജനുണ്ട് ഉമൈർ. നേരത്തെ ഞാൻ പറഞ്ഞു നിബിതങ്ങൾ തൊട്ടുകൊടുത്ത ആ കുട്ടി വലുതായപ്പോ ആ കുഞ്ഞിനൊരു പക്ഷി ഉണ്ടായിരുന്നു. കുട്ടികൾക്കൊരു പക്ഷി, ആ പക്ഷിയെ വളർത്തും. ആ പക്ഷിക്ക് കാലിൽ ആ കുട്ടി ചെറിയ കയറ് കെട്ടി ആ പക്ഷിയെ അവിടെ കെട്ടിയിട്ടിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ കഴിയും. അതിൻ്റെ ചില കാര്യങ്ങൾ ഞാൻ വഴിയെ പറയാം. അപ്പോ ആ കുട്ടി ഇരിക്കേണ്ട ഭയങ്കര സാഡായിട്ട് ഇരിക്കണേ. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു എന്ത് പറ്റിയെന്ന്. അപ്പൊ അനസ് തങ്ങൾ പറഞ്ഞു, നബിയെ എൻ്റെ അനിയൻ്റെ ഉമൈറിൻ്റെ പക്ഷി ഉണ്ടല്ലോ, ആ പക്ഷി ചത്തുപോയി. അപ്പൊ നബി തങ്ങൾ ആ കുട്ടിയുടെ അരികത്തേക്ക് വന്നു. നോക്കണം, ഇതിനൊക്കെ നബി തങ്ങൾക്ക് സമയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നബി ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ചോദിച്ചു, യാ അബാ ഉമൈർ മാ ഫഅലൻ നുഗൈർ. അബൂ ഉമൈറെ, നിന്റെ നുഗൈർ എന്ന പക്ഷി നിന്നെ ഇട്ടുപോയോ? എന്തേ നിന്റെ പക്ഷി നിന്നോട് ചെയ്തത്? ആ പക്ഷി ചത്തുപോയല്ലേ എന്ന് പറഞ്ഞ കുഞ്ഞിനെ അണച്ചുകൂട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അബാ ഉമൈർ മാ ഫഅലൻ നുഗൈർ. നമ്മുടെ വീട്ടിലേക്ക് എല്ലാ വീട്ടിലും കൊച്ചുമക്കളുണ്ടാവില്ലേ, അവരോടൊക്കെ ഒരു കുശലം പറയലും സുന്നത്താണ്. ഇങ്ങനെ ശ്വാസം പിടിച്ച് ജീവിക്കണ്ട, ചിരിക്കാണ്ടിയും മിണ്ടാണ്ടിയും ഒരാളോട് വർത്തമാനം പറയാണ്ട് ഇങ്ങനെ അറ്റൻഷനിൽ ഇങ്ങനെ നടക്കണ്ട. എന്ത് ചെയ്യുക? ഒന്ന് ശ്വാസമൊക്കെ വിട്ടൊരു പച്ച മനുഷ്യനായിട്ട് ജീവിക്കുക. കൊച്ചുമക്കളെ ഒന്ന് എടുക്കുക, ആ മക്കളോടൊക്കെ ഒരു കുശലാന്വേഷണം ചോദിക്കുക, അവരുടെ പേര് ചോദിക്കുക, അവരുടെ തലയിൽ കൈവച്ച് ദുആ ചെയ്തു കൊടുക്കുക. ഇതൊക്കെ കൂലിയാണ്. നിസ്കാരം നോമ്പ് മാത്രമാണോ ഇബാദത്ത്? ഇതൊക്കെ ഇബാദത്താണ്. ഏത് വീട്ടിലും കൊച്ചുമക്കളില്ലേ, ആ മക്കളെയൊക്കെ ഒന്ന് തലോടുക. കൊച്ചുമക്കളെയൊക്കെ കാണുമ്പോ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ എടുക്കുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്, ഈ ഒരു ഹദീസ് വല്ലാത്തൊരു ഹദീസാണ്. യാ അബാ ഉമൈർ മാ ഫഅലൻ നുഗൈർ. അബൂ ഉമൈറെ, നിന്റെ പക്ഷി എന്താണ് ചെയ്തത്? ഈ ഹദീസുള്ളത് സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലുമാണ്. അപ്പൊ ഒരു യുക്തിവാദി അന്ന് ചോദിച്ചു, ഈ ഹദീസ് പണ്ഡിതന്മാർക്ക് ഒരു കഥയൊന്നും ഇല്ലല്ലേ, അവരെന്തൊക്കെ ഹദീസാപ്പ ഉദ്ധരിക്കുന്നത്? യാ അബാ ഉമൈർ മാ ഫഅലൻ നുഗൈർ. ഹേ അബൂ ഉമൈർ, what did your നുഗൈർ do, your bird do? നിന്റെ പക്ഷി എന്ത് ചെയ്തു? ഇതൊക്കെ ഒരു ഹദീസാ? ഇതിലൊക്കെ എന്താ ഉള്ളത് എന്ന് ശാഫിഈ പണ്ഡിതനായ അല്ലാമ ഇബ്നുൽ ഖാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലം ഒരാൾ ചോദിച്ചപ്പോഴേ മഹാനവറുകൾ ഇതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. യാ അഅദാ അല്ലാഹ്, അല്ലാഹുവിന്റെ ശത്രുക്കളെ, നിങ്ങൾ എന്താണ് ഇതിൽ മനസ്സിലാക്കുന്നത്? യാ അബാ ഉമൈർ മാ ഫഅലൻ നുഗൈർ. ഇമാം തബറാനിയും ഇമാം അബൂദാവൂദ് എന്നവരും ഇമാം മുസ്ലിം എന്നവരും ഇമാം ബുഖാരി തങ്ങളും അഹ്മദ് എന്നവരൊക്കെ ഉദ്ധരിച്ച ഹദീസാണിത്. ചെറിയ ഹദീസൊന്നുമല്ല. ഹദീസ് പണ്ഡിതന്മാരൊക്കെ ഒത്തുസമ്മതിച്ച ഹദീസാണിത്. മഹാനുള്ള പറഞ്ഞു, ഈ ഹദീസിൽ 60 ഫായിദ. അബൂ ഉമൈറെ, നിന്റെ പക്ഷി എന്തു ചെയ്തു എന്ന് പുണ്യനബി ചോദിച്ചതിൽ 60 മസ്അലകൾ പഠിക്കാനുണ്ടെന്ന് അല്ലാമ ഇബ്നു ഖാസ് റഹ്മത്തുള്ളാഹി അലൈഹി. 60 മസ്അല. ആ മസ്അലയിൽ 20 മസ്അല ഇബ്നു ഹജർ തങ്ങൾ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞിട്ടുണ്ട്. 60 മസ്അല ഉണ്ട്. 20 ഫത്ഹുൽ ബാരി എടുത്താൽ കിട്ടും. സഹീഹ് ബുഖാരിയുടെ ശർഹ് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങളുടെ. ഒരു പക്ഷിയെ വളർത്താൻ പറ്റുമോ? പറ്റുന്നതാണ്. അത് ക്രൂരതല്ലേ? ക്രൂരതൊന്നല്ല. കുട്ടികൾക്ക് നല്ല ആ പക്ഷിക്ക് തിന്നാൻ കൊടുക്കുകയും അതിനെ കൂടുണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് ആ പക്ഷിയെ അങ്ങനെ നമ്മൾ ചെറിയ കൂട്ടിലാവുമ്പോൾ അതിനോട് ചെയ്യുന്ന ക്രൂരതയില്ല, അങ്ങനെയൊക്കെ പറയാം. കൊച്ചുമക്കൾ എന്ന നിലക്ക് ഒരു പക്ഷിക്ക് ജീവിക്കാൻ സൗകര്യം ഏർപ്പെടുത്തി കൊടുത്ത് എന്ത് ചെയ്യുക, അതിന് ഭക്ഷണം കൊടുത്ത് അതിന് കാറ്റും വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് അതിനെ വളർത്തുന്നതിന് ഒരു വിരോധവുമില്ല എന്നതടക്കം 20ഓളം മസ്അലകൾ, ഫായിദകൾ അല്ലാമ ഇബ്നു ഹജർ തങ്ങൾ ഫത്ഹുൽ ബാരിയിൽ പറയാണ്. ഇത് പുണ്യനബിയുടെ ഒരു കൊച്ചു കുഞ്ഞിനോട് സംസാരിച്ച സംസാരമാണ്. യാ അബാ ഉമൈർ മാ ഫഅലൻ നുഗൈർ. യാ അല്ലാഹ്,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾക്ക് പക്ഷികളെ ഭയങ്കര കാര്യമായി. തങ്ങളും സൈന്യവുമായി പോകുമ്പോഴാണ് ഒരു പക്ഷി ഹബീബായ നബിയുടെയും നബിയുടെ തലക്കുമീത ഇങ്ങനെ പറന്നത്. നബിയുടെ തലക്കുമീത ഒരു പക്ഷി ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുക. അപ്പോ ആ പക്ഷിക്ക് എന്തോ തങ്ങളോട് സംസാരിക്കാനുള്ള പോലെ. ഇത് മുഅ്ജിസത്താണ്, അമ്പിയാക്കന്മാർക്ക് സംഭവിച്ചതാണ്. പുണ്യ നബിക്ക് ആ ഭാഷ അല്ലാഹു അറിയിച്ചു കൊടുത്തു. തങ്ങളും ആ പക്ഷിയും എന്തോ സംസാരിക്കുന്നു. പിന്നെ നബി തങ്ങൾ ചെയ്തത് ആ സൈന്യത്തെ മുഴുവൻ സ്റ്റോപ്പ് ചെയ്തു. അവരിങ്ങനെ പോവുകയാണ്, ക്യാമ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. തങ്ങൾ പറഞ്ഞു, എല്ലാവരും നിൽക്കണം. എല്ലാവരും നിന്നു. ഈ പക്ഷി എന്നോട് പരാതി പറയുന്നു, അതിന്റെ പക്ഷിയുടെ മുട്ടകൾ നിങ്ങൾ ആരോ എടുത്തു കൊണ്ടുപോയിട്ടുണ്ട്. അതിന്റെ 2 ഫ്ലഡ്ജ്ലിങ്സ്, അതിന്റെ 2 പക്ഷിക്കുഞ്ഞുങ്ങളെയും നിങ്ങൾ എടുത്തു പോയിട്ടുണ്ട്. ആരാണത് ചെയ്തത്? 2 സ്വഹാബിമാർ. ഞങ്ങളാ നബിയെ. ആ പക്ഷിയുടെ കൂട്ടിലേക്ക് അത് കൊണ്ടുപോയി കൊടുക്കൂ. ആ 2 മുട്ടകളും ആ 2 കുഞ്ഞുങ്ങളെയും പക്ഷിക്കൂടിൽ കൊണ്ടുപോയി വെച്ചു കൊടുക്കണം. എന്നിട്ട് തുടർന്നാൽ മതി നമ്മുടെ യാത്ര. ഇങ്ങനെ ഒരു ആഹ്വാനം സ്വന്തം സൈന്യത്തോട് ഒരു പക്ഷിക്കുഞ്ഞിന് വേണ്ടി ചെയ്ത കാരുണ്യം ചൊരിഞ്ഞ പ്രവാചകരാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സൈന്യം പോകുമ്പോഴേ അങ്ങനെ ഉണ്ടാവോ? ഒരു പക്ഷിക്കുഞ്ഞിന് വേണ്ടി. മദീനത്തുൽ ഫുസ്താത്ത് കേട്ടിട്ടില്ലേ? മദീനത്തുൽ ഫുസ്താത്ത് എവിടെയാണത്? ആഫ്രിക്കയിലാണ്, ഈജിപ്തിലാണ്. കൈറോ നഗരത്തിന്റെ പാർശ്വഭാഗമാണ് മദീനത്തുൽ ഫുസ്താത്ത്. ഇന്നും അവിടെ ചെന്നാൽ അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ പള്ളി അവിടെ ഉണ്ട്. ഇമാം ഷാഫി തങ്ങൾ ദർസ് നടത്തിയ സാരിയ, അതിന്റെ തൂണടക്കം അവിടെ ഉണ്ട്. ഇമാം ഷാഫി തങ്ങൾ ദർസ് നടത്തിയ സ്ഥലമാണ് മസ്ജിദ് അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു, ഈജിപ്തിലെ. ഒരുപാട് മലയാളി കുട്ടികൾ അവിടെ അസ്ഹറിലൊക്കെ പഠിക്കുന്നുണ്ട്. അവിടെ മെഡിക്കൽ സയൻസിന് പഠിക്കുന്ന ഒരുപാട് ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഉണ്ട്. നമ്മുടെ നാട്ടുകാരൊക്കെ ഈജിപ്തിൽ ഇപ്പോൾ ഒരുപാട് മലയാളികളുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഒരുപാട് മക്കളെ കാണാൻ പറ്റാറുണ്ട്. അള്ളാഹുർക്കൊക്കെ നല്ല ഉന്നതമായ പഠനവും വിജയവും തൗഫീഖും അള്ളാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. MBBS ഒക്കെ പഠിക്കുന്ന മക്കളുണ്ട് കൈറോവിൽ. ഇരിക്കട്ടെ. മദീനത്തുൽ ഫുസ്താത്ത് എന്ന് പറയുന്ന നഗരം എന്താണെന്നറിയോ? അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു എന്ന നബി തങ്ങളുടെ സ്വഹാബി, അറബികളിലെ ഏറ്റവും വലിയ ബുദ്ധിയുള്ള മഹാനാണ് അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു. അങ്ങനെ പറയാം, ദാഹിയത്തുൻ മിൻ അദ്ഹൽ അറബ്. മഹാനവറുകൾ ഒരു ടെന്റ് കെട്ടിയിരുന്നു. ആ ടെന്റ് അവിടെയാണ് ആഫ്രിക്കയിലെ ആദ്യത്തെ മസ്ജിദ്. ആ മസ്ജിദാണ് ഞാൻ ഈ പറഞ്ഞ മസ്ജിദ് അംറു ബിൻ ആസ്. ഇപ്പൊ അതിന്റെ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പണി കഴിഞ്ഞോ ഇല്ലെന്ന് അറിയില്ല. ഒരു വർഷം, ഒരു 10 മാസം മുമ്പ് വരെ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുക. ഏതായിരുന്നാലും മഹാനവറുടെ ടെന്റ് അവിടെ നിന്ന് പൊളിച്ചു മാറ്റുമ്പോ ഒരു പ്രാവ് അവിടെ കൂടുകൂട്ടിയിട്ടുണ്ട്. ആ പ്രാവ് കൂടുകൂട്ടി അതിന്റെ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുകയാണ്, കുഞ്ഞുങ്ങളെ വളർത്തുകയാണ്. ഒരു പ്രാവ്. സ്വഹാബിയായ അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു എന്ന പുണ്യ ഹബീബിന്റെ സ്വഹാബി ഈജിപ്തിലെത്തി ദഅവത്ത് ചെയ്യുമ്പോ അവര് ക്യാമ്പ് ചെയ്ത സ്ഥലം അവിടെയാണ് ഇപ്പൊ പള്ളിയുള്ളത്. ആ പക്ഷിയുടെ കൂട് കണ്ടപ്പോ സ്വഹാബിമാർ അവരുടെ സൈന്യാധിപനും നേതാവുമായ അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹുവരോട് ചെന്ന് ചോദിച്ചതാണ്, കൂട് പൊളിക്കണോ, ടെന്റ് എടുക്കണോ? ഒരു പക്ഷിക്കൂട് അവിടെ ഉണ്ടല്ലോ. പറഞ്ഞു, ആ ടെന്റ് അവിടെ തന്നെ നിൽക്കട്ടെ, നമുക്ക് മറ്റൊരിടത്തേക്ക് മാറിപ്പോകാം. ഈ ടെന്റ് ഇളക്കിക്കളയണ്ട, അതവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അതാണ് ഫുസ്താത്ത്. ആ ടെന്റ് നിന്ന സ്ഥലത്ത് നിലവിൽ വന്ന പട്ടണമാണ് മദീനത്തുൽ ഫുസ്താത്ത്. കൈറോയുടെ ഒരു ഭാഗം മദീനത്തുൽ ഫുസ്താത്ത്, ഫുസ്താത്ത് നഗരി. ചരിത്രം പരിശോധിച്ചു നോക്കി എന്തുകൊണ്ട് ഫുസ്താത്ത് നഗരി അവിടെ രൂപപ്പെട്ടു? ഒരു പക്ഷിയുടെ കൂടിന്റെ പേരിൽ. എവിടുന്ന് കിട്ടി ഈ പാഠം? അഷ്റഫുൽ ഖൽഖിൽ നിന്ന്, റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന്. എന്നിട്ടാണോ ഇസ്ലാം വാളുകൊണ്ട് ഉണ്ടായി മുസ്ലിങ്ങൾ ക്രൂരന്മാരാ പുണ്യ നബി ഇതാ പഠിപ്പിച്ചത്? മഅദല്ലാഹ്. ചരിത്രം പഠിക്കും, ഇത്രേ പറയാനുള്ളൂ. ശത്രുക്കൾ എഴുതി വെച്ചത് ഇങ്ങനെ പരിഭാഷ വായിച്ചിട്ട് ഛർദ്ദിക്കണ്ട. നിങ്ങളായിട്ട് ബുദ്ധി ഉപയോഗിച്ച് നിഷ്പക്ഷരായ ആളുകൾ ഈ റസൂലിനെ കുറിച്ച് എന്തു പറഞ്ഞു നിങ്ങൾ വായിക്കും. ആരോപണങ്ങൾ മാത്രം വായിക്കണ്ടല്ലോ. ആരോപണം പറയുന്നവർക്ക് പല ലക്ഷ്യങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് ഇങ്ങനെ ഒരു ആക്ഷേപങ്ങളുണ്ടെന്ന് തകരാൻ പോകുന്ന ദീനല്ല ഇസ്ലാം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് വളരുക തന്നെയാണ്, ഖിയാമത്ത് നാൾ വരെ അങ്ങനെയാണ്. മുസ്ലിമീങ്ങളെ കൊണ്ടല്ല വളരുന്നത്, അള്ളാഹു വളർത്തുകയാണ്. മദീനത്തുൽ ഫുസ്താത്ത് അതിന്റെ ഇൻസ്പിറേഷൻ പുണ്യ നബിയാണ്. സൈന്യത്തെ നിർത്തിയിട്ട് നിൽക്കണേ, ഈ പക്ഷിയുടെ മുട്ടകളും കുഞ്ഞുങ്ങളെയും തിരിച്ചു കൊടുക്കണം, എന്നിട്ടേ നമ്മൾ യാത്ര തിരിക്കൂ. ഈ പക്ഷി എന്നോട് പരാതി പറയുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അബൂ ഉമൈർ എന്നവർക്ക് ഈ വളർത്തുന്ന മത്സ്യങ്ങൾ കാണും, ലവ് ബേർഡ്സ് കാണും. അങ്ങനെ ഒരു കേജ് ഉണ്ടാക്കുന്നതിനൊന്നും ശറഈൽ വിരോധമില്ല. അതൊന്നും ഭയങ്കര സംഭവമായിട്ട് പറയണ്ട. ആലിമീങ്ങൾ, നമ്മുടെ ശാഫിഈ മദ്ഹബിലെ ഉലമാ ചർച്ച ചെയ്ത വിഷയമാണ്. അതിന് കുഴപ്പമില്ല. പക്ഷെ നോക്കണം, എന്ത് ചെയ്ത് അന്നം കൊടുക്കാതിരിക്കരുത്, അതിനെ ബുദ്ധിമുട്ടാക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊച്ചുമക്കളെ കാണുമ്പോൾ ഒരു നല്ല ഉടുപ്പിട്ടൊരു പെൺകുട്ടി ഇങ്ങനെ നടന്നു വരുന്നു. ആ പെൺകുട്ടിയുടെ പേര് ചരിത്രത്തിൽ അനശ്വരമാണ്. ആ കുട്ടിയുടെ പേരാണ്
ഉമ്മു ഖാലിദ് റളിയല്ലാഹു അൻഹ. ഖാലിദിന്റെ ഉമ്മ എന്നാണ്. ആ ജനിക്കുമ്പോഴേ അബു എന്ന് വെച്ച പേര് കൊടുക്കും. അബൂബക്കർ സിദ്ദീഖ് തങ്ങള്. അബൂബക്കർ എന്നവർക്ക് ബക്കർ എന്ന് പറഞ്ഞ മോൻ ഉണ്ടായിട്ടല്ല അബൂബക്കർ, ബക്കറിന്റെ വാപ്പാന്ന് പേരിട്ടത്. അതേ അങ്ങനെയാണ്. ഉമ്മു ഖാലിദ്. ചെറിയ കുഞ്ഞല്ലേ, കുട്ടിക്ക് ഖാലിദ് എന്ന മോൻ ഉണ്ടായിക്കണോ? ഇല്ലല്ലോ. ഇനി എങ്ങാനും അവര് വളർന്ന് വലുതായി കല്യാണമൊക്കെ കഴിഞ്ഞു പോയി ഒരു ആൺകുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ആ കുട്ടിക്ക് ഓട് ഖാലിദ് എന്ന പേരിട്ടോട്ടെ എന്ന പ്രതീക്ഷയിൽ വാപ്പ മോൾക്കിടുന്ന പേരായി ഉമ്മു ഖാലിദ്. ഖാലിദിന്റെ ഉമ്മാണ്. ഇവിടെ കുഞ്ഞ് ജനിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ അറബികൾക്ക് അങ്ങനെ ഒരു രീതിയുണ്ട്. അവർക്ക് വാപ്പാക്ക് ഇഷ്ടപ്പെട്ട പേര് വെക്കാൻ വേണ്ടി ആദ്യം ലോക്ക് ചെയ്ത് വെക്കുകയാണത്. ഖാലിദ് എന്ന പേരിടണം. അപ്പൊ ഈ കുഞ്ഞിന്റെ പേര് തന്നെ ഉമ്മു ഖാലിദ് എന്നാണ്. അങ്ങനെ ഉമ്മു ഖാലിദ് എന്ന കുഞ്ഞ് അവര് ജനിച്ചതും അവര് വളർന്നതും എത്യോപ്യയിലാണ്. ഇസ്ലാമിന്റെ ആദ്യകാലം എത്യോപ്യയിലേക്ക് ഒരു പലായനം ഉണ്ടായിരുന്നു. കാരണം സൗദി അറേബ്യ ജിദ്ദയിൽ നിന്ന് കടൽ ക്രോസ് ചെയ്താൽ ചെങ്കടൽ മുറിച്ചു കിടന്ന അക്കരെ ആഫ്രിക്കയാണ്, എത്യോപ്യയാണ്, ഘാനയാണ്. മറ്റു പ്രദേശങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. സോമാലിയൊക്കെ അങ്ങോട്ട് അവിടെ നിന്നാണ് വഴിയുള്ളത്. അറിയാലോ, ജിദ്ദയിൽ നിന്ന് പോർട്ട് നേരെ ക്രോസ് ചെയ്താൽ അക്കരെ എത്യോപ്യയിലേക്കുള്ള വഴിയാണ്. എത്യോപ്യയിലേക്ക് ഹിജ്റ പോയ സ്വഹാബിമാർ ചരിത്രം അറിയാലോ. അവിടെ വളർന്ന മോളാണിത്. അപ്പൊ മദീനയിൽ അവർ തിരിച്ചു വന്നപ്പോ ഈ ഉമ്മു ഖാലിദ് എന്ന കൊച്ചുകുട്ടി 6-7 വയസ്സേ ആയിട്ടുള്ളൂ, 5 വയസ്സ് 6 വയസ്സ്. ആ കുഞ്ഞിങ്ങനെ നല്ല ഉടുപ്പിട്ട് ഇങ്ങനെ നടക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുഞ്ഞിനെ അരികത്തേക്ക് വിളിച്ചിട്ട് മോളോട് പറഞ്ഞു, സന 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 എന്നത് അറബി ഭാഷയല്ല. അറബിയിൽ സനത്, സന എന്ന് പറഞ്ഞ വർഷം എന്നർത്ഥം. ഇത് സനഹ്, 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 സന സന എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ടല്ലോ. ഭംഗി അത് എത്യോപ്യൻ ഭാഷയാണ്. ഈ കുഞ്ഞിന് എത്യോപ്യൻ ഭാഷ അറിയാം. ആ കുഞ്ഞിനോട് പറയാണ് സന സന, നല്ല രസമുണ്ടല്ലോ മോളെ, നിന്റെ വസ്ത്രം നല്ല രസമുണ്ടല്ലോ മോളെ, നല്ല ഉടുപ്പ്. ഈ ചെറിയ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമായിരിക്കും. ചെറിയ മക്കൾക്കാണെങ്കിൽ പോലും നിന്റെ ഉടുപ്പ് നല്ല രസമുണ്ടല്ലോ. അപ്പോൾ ഒന്ന് കുനിയലും ഒരു കൊഞ്ചലും ഒക്കെ കാണാൻ കഴിയും. കുട്ടികൾക്ക് ചെറുപ്പത്തിലെ അവരുടെ ആ ഒരു സ്ത്രൈണതയുടെ ഒരു വലിയൊരു പ്രത്യേകത അതാണ്. അവർക്കത് ഇഷ്ടമാണ്. അവരെ പ്രൈസ് ചെയ്യുമ്പോൾ, അവരെ പ്രശംസിക്കുമ്പോഴേ നല്ല രസമുണ്ടല്ലോ, നല്ല മൈലാഞ്ചിയാണല്ലോ, നല്ല ഉടുപ്പാണല്ലോ എന്നൊക്കെ ഒരു കുഞ്ഞിനോട് പറയും. അവർക്കുണ്ടാകുന്ന സന്തോഷം വലുതാണ്. പുണ്യനബി ആ അവസരം പോലും നഷ്ടപ്പെടുത്തിയില്ല. ഉമ്മു ഖാലിദ് ബിവിയോട് സന സന എന്ന് പറഞ്ഞ ചരിത്രം സ്വഹീഹുൽ ബുഖാരിയിലാണ് ഉദ്ധരിക്കപ്പെട്ടത്. സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണിത്. എന്തിന് ഹദീസ് പണ്ഡിതന്മാർ ഇതൊക്കെ രേഖപ്പെടുത്തിയെന്നറിയോ? പുണ്യ റസൂൽ എങ്ങനെയാണ് മക്കളോട് പെരുമാറിയത് എന്ന് ലോകാവസാനം വരെ വരാനുള്ള മനുഷ്യർക്ക് ബോധ്യപ്പെടാൻ. ഇതാണ് നമ്മുടെ റസൂൽ. വെറും നിസ്കാരം നോമ്പ് മാത്രമല്ല പഠിപ്പിച്ചത്, ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. സന സന എന്ന് എത്യോപ്യൻ ഭാഷയിൽ ആ കുഞ്ഞിനോട് നബി തങ്ങൾ സംസാരിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ ഇളാപ്പയാണ് അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്.